അങ്ങനെ ചുളുവിലൊരു MP സ്ഥാനം ലഭിക്കുമോ? അത്രയ്ക്ക് വലിയ മണ്ടത്തരമൊന്നും മമതാ ബാനർജി കാട്ടില്ല. ഇടത് സ്വതന്ത്രനായി നിലമ്പൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ച PV അൻവർ ഇപ്പോൾ MLA സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അൻവർ അധികം വൈകാതെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ MP ആയി മാറുമെന്നാണ് കേൾക്കുന്നത്. ഇക്കാര്യം അൻവർ സ്ഥിരീകരിക്കുന്നില്ല എങ്കിലും അത്തരത്തിലൊരു നീക്കം അൻവർ നടത്തിയെന്നാണ് അറിയുന്നത്. എന്നാൽ കേരളം പോലെ പാർട്ടിക്ക് താല്പര്യങ്ങളൊന്നുമില്ലാതെ ഒരിടത്തു നിന്നും ഒരു രാജ്യസഭാ MP സൃഷ്ടിക്കാൻ മമതാ ബാനർജിയെ പോലെ ഒരു ദേശീയ നേതാവ് തയ്യാറാകില്ല എന്നാണ് പൊതുവിലയിരുത്തൽ. അതേസമയം കേരളത്തിൽ ധാരാളം ബംഗാളികൾ പണിയെടുക്കുന്ന സാഹചര്യത്തിൽ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മമത അത്തരമൊരു നീക്കം നടത്തിയേക്കുമെന്നും ചില സൂചനകൾ വരുന്നുണ്ട്. ഏതായാലും PV അൻവറിന്റെ രാജിയോടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായിരിക്കുകയാണ്. 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ് ചട്ടമെന്നതിനാൽ ഈ വർഷം ഡിസംബറിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേരളം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി സാക്ഷ്യം വഹിക്കും. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറെ സവിശേഷതകളുള്ള മണ്ഡലമാണ് നിലമ്പൂർ. മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായ മലപ്പുറത്ത് ലീഗിന്റെ അപ്രമാദിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ സ്വന്തം മണ്ഡലം എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് അർഹമാണ് നിലമ്പൂർ നിയോജക മണ്ഡലം. 1965 മുതലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ വെറും 4 തവണ മാത്രമാണ് ഇവിടെ CPM-ന് വിജയിക്കാനായത്. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതോടെ MLA സ്ഥാനത്തിന് ഭീഷണി വന്നതാണ് അൻവർ സ്ഥാനം രാജിവെക്കാൻ കാരണമായത്. അൻവർ രാജിവെച്ച് തൃണമൂൽ സ്ഥാനാർത്ഥി ആയേക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് PV അൻവർ. DCC പ്രസിഡന്റ് VS ജോയ് സ്ഥാനാർത്ഥിയാകണമെന്നും അൻവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വാഭാവികമായും രാജിവെച്ചൊഴിയുമ്പോൾ ആ മലയോര മേഖലയിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ ഈ വിഷയത്തെ നേരിട്ട് അനുഭവപ്പെടുന്ന അഡ്രസ്സ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് UDF-ന് മുമ്പിൽ വെക്കുകയാണ്. എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ്? നിലമ്പൂരിൽ തന്നെയുള്ള DCC പ്രസിഡന്റ് ശ്രീ VS ജോയ് ഈ വിഷയത്തിൽ എപ്പോഴും എന്നോട് ഇൻറ്ററാക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. കാരണം ജോയ് താമസിക്കുന്ന ഈ കാട്ടിൻ്റെ ഉള്ളിലാണ്. ജോയിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ആനയാണ്, ഇപ്പുറത്ത് പന്നിയാണ്, അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ കാട്ടിയാണ്, ഇപ്പുറത്തേക്ക് ഇറങ്ങിയാൽ സിംഹമാണ്. പലപ്പോഴും ജോയി എന്നോട് പറഞ്ഞു, അൻവർക്ക നമ്മളിവിടെ വിറ്റ് പോകുന്നത് ശരിയല്ലല്ലോ, നമ്മൾ വിറ്റ് ടൗണിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ബാഡ് മെസ്സേജ് അല്ലേ, ജീവിക്കാൻ വയ്യട്ടോ, കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര്? ഈ പറയുന്ന DCC പ്രസിഡന്റ് ജോയ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗം ഏറ്റവും ഭൂരിപക്ഷം ജീവിക്കുന്ന ഈ മലയോര മേഖലയിൽ മലബാറിൽ ആ കമ്മ്യൂണിറ്റിക്ക് അനുഭവിക്കുന്നൊരു വിഷയമെന്ന നിലക്ക്, ആ കമ്മ്യൂണിറ്റിയുടെ കൂടി ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലക്ക് DCC പ്രസിഡന്റ് V ജോയിയെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു റിക്വസ്റ്റാണ് എനിക്ക് ഈ വിഷയത്തിൽ വെക്കാനുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ ആരോപണങ്ങളിൽ മാപ്പും പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ നിർദ്ദേശാനുസരണമാണെന്ന് PV അൻവർ പറയുന്നു. താൻ അദ്ദേഹത്തോട് പരസ്യമായി മാപ്പ് ചോദിക്കുന്നുവെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനൊപ്പമാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നില്ലെന്നും അൻവർ പറഞ്ഞു വയ്ക്കുന്നത്. ഇതോടെ UDF-നൊപ്പം ചേരാനാണ് അൻവർ ശ്രമിക്കുന്നതെന്നും വ്യക്തമായി. എനിക്ക് ക്ലിയർ ചെയ്യാനുള്ളത്, ഞാൻ ഒരുപാട് പാപഭാരങ്ങളെ ചുമന്നാണ് നടക്കുന്നത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA-ക്കെതിരെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. നിങ്ങളത് ഇനിയത് വിശദീകരിക്കുകയല്ലാതെ രക്ഷയില്ല. ഞാൻ ഉന്നയിച്ച സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പ്, ആ ഡേറ്റ് മാസമൊന്നും ഞാൻ ഓർക്കുന്നില്ല ഏത് സമ്മേളനമാണ്, ആ സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചർച്ച വരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരന്തരമായ ആരോപണങ്ങൾ അന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ നിരവധിയായ ആരോപണങ്ങൾ സഭയിൽ കൊണ്ടുവരുന്നുണ്ട്. സത്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അന്നൊക്കെ ഭയങ്കര വിഷമവും ഇവരോടൊക്കെ ഭയങ്കര വിദ്വേഷവും ഉണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്. കാരണം ഇതിലൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. ഒരു മനുഷ്യനെ എന്താ പറയുക, ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് എന്താ പറയുക, ഏകാംഗമായി ആക്രമിക്കുകയാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ പല ഘട്ടത്തിലും എനിക്ക് തോന്നി നിൽക്കുന്നൊരു മാനസികാവസ്ഥയിലാണ്. ഈ ഘട്ടത്തിലാണ് പാർട്ടിയുടെ ലീഡർഷിപ്പുമായി സംസാരിച്ചിട്ടാണ് എന്ന് പറയുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് ഇങ്ങനൊരു വിഷയമുണ്ട്, അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു. അന്ന് ആ സഭ പെട്ടെന്ന് എന്തോ ഒരു കാരണമുണ്ടായി വെച്ച ഡേറ്റിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് സഭ ക്ലോസായി. അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള സഭ വരുമ്പോഴാണ്
ഈ വിഷയം ഡ്രാഫ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് തരികയും ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇത്രയും ഒരു 150 കോടി രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്, ഇന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്, കൃത്യമായി എന്താ പറയുക ടൈപ്പ് ചെയ്ത് തന്നിട്ടാണ് MLA ഇത് ഉന്നയിക്കണം സഭയിൽ. അപ്പോൾ എനിക്കും ആവേശം വന്നു. സ്വാഭാവികമായി ഞാൻ ഈ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് 150 കോടി രൂപ കൈക്കൂലി വാങ്ങിയ ഒരു പാർട്ടി ലീഡർഷിപ്പ് ഈ പറയുന്ന നിരപരാധിയായ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഈ രീതിയിൽ സഭയിലിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെനിക്കുണ്ടായ മാനസിക സംഘർഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞു എൻ്റെ പിതാവിനെ പോലെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്, അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒരു വാക്ക് വെച്ചത്, വേറെ ആരെങ്കിലും ഒഫീഷ്യൽ ഉത്തരവാദിത്തപ്പെട്ട MLA മാർ പാർട്ടിയുടെ ലീഡർഷിപ്പ് ആരെങ്കിലും ഉന്നയിക്കല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ പി ശശി പറഞ്ഞത് നിങ്ങൾ തന്നെ ഉന്നയിക്കണം, MLA ആണ് അതിന് ഫിറ്റായിട്ടുള്ള ആൾ, MLA കൃത്യമായിട്ട് പറയണം. അങ്ങനെ ആ സഭ അപ്പം ചോദിച്ചു, ഇത് സഭാരേഖകൾ അത് സ്പീക്കറുമായി സംസാരിച്ച് പാർട്ടി അതിന് പെർമിഷൻ എടുത്തോളൂ. നിങ്ങളത് മനസ്സിലാക്കണം, ഞാൻ ആ ഉന്നയിച്ച ആരോപണം വെറുതെ വിളിച്ച് പറഞ്ഞതല്ല. സ്പീക്കർക്ക് പരാതി നൽകി ഉന്നയിക്കാനുള്ള വിഷയം സ്പീക്കർക്ക് നൽകി വിത്ത് ദ പെർമിഷൻ ഓഫ് ദ സ്പീക്കറാണ് ഞാൻ സഭയിൽ ഉന്നയിച്ചത്. അപ്പോൾ ആ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പാർട്ടി ലീഡർഷിപ്പും ശശിയുമാണ്. അങ്ങനെയാണ് അന്ന് അവരത് പറയുമ്പോൾ എനിക്ക് ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഈ വ്യക്തിപരമായ ആ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ മുമ്പുള്ള സമ്മേളനത്തിലാണ്, അതിൻ്റെ ഒരു 4-5 മാസം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വസ്തുത. അപ്പോൾ എന്നെ പാർട്ടി അവർ പറയുന്ന അവരെഴുതി തന്ന കാര്യങ്ങൾ ഞാൻ സവിസ്തരം ഞാനൊരു വാക്ക് ചോദിച്ചു, ചേട്ടാ അതിൽ കാര്യം ശരി തന്നെയല്ലേ? പൂർണ്ണമായിട്ടും ശരിയാണ് MLA, നിങ്ങൾ ധൈര്യമായി പറഞ്ഞോളൂന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അത് കഴിയുകയും അത് വിജിലൻസിൽ എൻ്റെ പ്രസംഗം എന്താ പറയുക ഒഫീഷ്യലായിട്ട് വിവരാവകാശ പ്രകാരം ഒരു വ്യക്തി ശേഖരിക്കുകയും അത് ശേഖരിച്ചതിന് ശേഷം ഇവിടുത്തെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ പരാതി നൽകുകയും ചെയ്യാണ്. കോടതി അന്വേഷിക്കാൻ പറയുകയും പ്രൈമ ഫേസി അന്വേഷണം നടത്താൻ പറയുകയും ആ അന്വേഷണം നടത്തി ഇതിൽ വസ്തുത ഇല്ല എന്ന് പറഞ്ഞ് മടക്കി കൊടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. പക്ഷെ അന്ന് എനിക്ക് വലിയ വികാരം ഉണ്ടായിരുന്നു, ഞാൻ പല ഘട്ടത്തിലത് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ പിന്നീട് ഇപ്പോഴത്തെ ഒരു ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശശി അന്ന് മുതലേ തുടങ്ങിയിരിക്കണം എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണം എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്ലാനിങ്. അതിന് ആ ഘട്ടത്തിൽ ആരൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിൻ്റെ പിന്നിൽ അന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗം. ആര്യാടൻ ഷൗക്കത്തിനോട് താല്പര്യമില്ല എന്ന സൂചനകളും PV അൻവർ നൽകുന്നുണ്ട്. കഥ എഴുതി നടക്കുന്ന ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ കാണാറില്ലെന്നും അൻവർ പറഞ്ഞു വെച്ചു. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനായിരിക്കും കോൺഗ്രസിൽ സാധ്യത കൂടുതൽ. ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് 2016 അൻവർ വിജയിക്കുന്നത്. അൻവറിനോട് അതിനാൽ തന്നെ ഷൗക്കത്തിന് വലിയ താല്പര്യവുമില്ല. അൻവറിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നതിന് നേരത്തെ ഷൗക്കത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജോയിയെ സ്ഥാനാർത്ഥിയായി അൻവർ ഉയർത്തിക്കാട്ടുന്നതും. നിലമ്പൂർ MLA സ്ഥാനം PV അൻവർ രാജിവെച്ചത് വ്യക്തമായ സന്ദേശം നൽകിയാണ്. തിങ്കളാഴ്ച രാവിലെ സ്പീക്കർ AN ഷംസീറിനെ കണ്ടാണ് രാജിക്കത്ത് കൈമാറിയത്. ഇടതുപക്ഷവുമായി തെറ്റിപ്പിരിഞ്ഞ ശേഷം തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വമെടുത്തതിന് പിന്നാലെയാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ചത്.
30 വർഷത്തോളം കോൺഗ്രസിലെ ആരാടൻ മുഹമ്മദ് കൈവശം വെച്ചിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ 2 തവണ അട്ടിമറി വിജയം നേടി ചരിത്രം കുറിച്ച അൻവർ ഇതോടെ ഇടതുപക്ഷവുമായുള്ള ബന്ധം ഔദ്യോഗികമായി വേർപെടുത്തി. പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ച് CPM-നെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും യുദ്ധപ്രഖ്യാപനം തുടങ്ങിയ അൻവർ 14 വർഷത്തിനു ശേഷമാണ് ഇടതുപക്ഷവുമായുള്ള ബന്ധം വേർപെടുത്തുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിലെ ഔദ്യോഗിക ഇടത് സ്ഥാനാർത്ഥിയെ 4ാം സ്ഥാനത്തേക്ക് തള്ളിയായിരുന്നു PV അൻവർ തന്റെ രാഷ്ട്രീയ എൻട്രി ശ്രദ്ധേയമാക്കിയത്. അന്ന് അൻവറിന്റെ ശക്തി തിരിച്ചറിഞ്ഞ ഇടതുപക്ഷം 2016 നിലമ്പൂർ പിടിച്ചടക്കാൻ അൻവറിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. 2016 നിലമ്പൂർ പിടിച്ചെടുത്ത PV അൻവർ 21 ഇത് ആവർത്തിച്ചു. ഇതോടെ നിലമ്പൂരാൻ എന്ന പേരും കിട്ടി. ഈ വ്യക്തിയാണ് അടുത്ത തവണ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് പറഞ്ഞു വയ്ക്കുന്നത്. നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് പറയുന്ന PV അൻവർ UDF നിർത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോഴും ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ് അദ്ദേഹം. പിണറായി സർക്കാരിനുള്ള അവസാന ആണി തറയ്ക്കലായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മാറണമെന്നും ഇനി പിണറായി സത്തിന് 442 ദിവസം മാത്രമാണുള്ളതെന്നും അൻവർ പറയുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മലയോര കർഷകരുടെ മുഴുവൻ പിന്തുണയും ആർജിച്ചുകൊണ്ട് പിണറായിസത്തിൻ്റെ അവസാനം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഈ ബൈ ഇലക്ഷനിലായിരിക്കും. അതുകൊണ്ട് പരിപൂർണമായ പിന്തുണ അവർക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കണം, ഇനി എത്ര ദിവസമല്ലേ ഈ പിണറായിസം? 482 ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. ആരും അധികം കൊമ്പൊന്നും കോർക്കണ്ട. 482 ദിവസം അതിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ്. ഇന്ന് തുടങ്ങുകയാണ്. PV അൻവർ പാർട്ടിയിൽ നിന്ന് പോയിട്ട് ഒരു രോമം പോയില്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട്. അത് നമുക്ക് കാണാൻ പോകുന്ന പൂരമാണ്. അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം DIC ഉണ്ടായതിന് ശേഷം ഒരു 30% ആളുകൾ DIC തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നപ്പം ഞാനുൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കേറ്റേഡായി കിടക്കുകയാണ്. അവരൊക്കെ പല പാർട്ടിയിലുമായി പോയി, പലതിലും രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി. ഇവരെയൊക്കെ സ്വരൂപിക്കും. പല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നവരുണ്ട്, അവജ്ഞ അനുഭവിച്ച് നിൽക്കുന്നവരുണ്ട്. പിണറായിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ മൗനികളായി നിൽക്കുന്ന ആയിരക്കണക്കിന് സഖാക്കളുണ്ട്. ഇവരെ മുഴുവൻ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ ഉണ്ടാകും. ആ രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അൻവറിന്റെ ലക്ഷ്യം UDF പ്രവേശനമെന്ന് വ്യക്തമാണ്. നിരുപാധിക പിന്തുണയെന്ന് പറയുമ്പോഴും അൻവർ പറയുന്നത് ജോയി സ്ഥാനാർത്ഥിയാകണമെന്ന് കൂടിയാണ്. ഇതിലൂടെ ഉപാധി വയ്ക്കുകയാണ് അൻവർ. താൻ ഒഴിഞ്ഞ സീറ്റാണ് നിലമ്പൂർ, അതുകൊണ്ട് തനിക്ക് അഭിപ്രായം പറയാൻ കഴിയുമെന്നും അൻവർ ഇതിലൂടെ സൂചിപ്പിക്കുന്നു. ഇതിനോട് കോൺഗ്രസ് എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. ആരാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ ജയിക്കുക ബുദ്ധിമുട്ടാകുമെന്നും PV അൻവർ പറഞ്ഞു.